എപ്പിസോഡ് ഓപ്പണിംഗ് സീനിലാണെങ്കിൽ നമ്മുടെ ആൾക്കാർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷം. കാരണം മറ്റൊന്നുമല്ല, അവരാഗ്രഹിച്ചതുപോലെ തന്നെ ഇനി ഒരു യുദ്ധം നടത്താം. യുദ്ധത്തിന് ആവശ്യമായിട്ടുള്ള പട അത് തയ്യാറായി കഴിഞ്ഞു. അതിന് അവർക്ക് നൽകാനുള്ള സ്ക്വാഡുകളും റെഡിയാണ്. നമുക്ക് മുൻപിൽ ആ ഫയർ ഫെസ്റ്റിവൽ നടക്കാനായിട്ട് ബാക്കിയുള്ളത് 7 ദിവസം. ആ 7 ദിവസത്തിനുള്ളിൽ തന്നെ എല്ലാവരും ഒത്തുകൂടി ട്രെയിനിങ് എടുത്ത് ആ ഒരു വലിയ വാറ് അത് നയിക്കും. വാനോ കിങ്ഡം അത് തിരികെ പിടിക്കും. ഇവിടെ സോറോയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. നഷ്ടപ്പെട്ടു പോയ സ്ക്വാഡിന് പകരം തിരികെ കിട്ടാൻ പോകുന്നത് ഓഡന്റെ ആ വലിയ സ്ക്വാഡാണ്. അതുപയോഗിച്ചാണ് ഓഡൻ കൈഡോയെ പോലും അറ്റാക്ക് ചെയ്തത്. ആ ഒരു സ്ക്വാഡ് കൊണ്ട് മാത്രമേ കൈഡോയെ അറ്റാക്ക് ചെയ്യാൻ കഴിയൂ. സോ അവനാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കും. കൗമറ്റ്സൂനാണെങ്കിൽ ആ തീരുമാനം ഒട്ടും ഇഷ്ടാവില്ല. നീ എന്താ ഈ പറയണേ? ഓഡന്റെ ലെജൻഡറി സ്ക്വാഡ് അതൊരു കാരണവശാലും പുറത്തുനിന്ന് വന്ന ഒരു പൈററ്റിന് കൊടുക്കാൻ പാടില്ല. അതിനവളാണെങ്കിൽ അടിച്ചു പറയും, അവൻ ഒരുപക്ഷെ ഒരു പൈററ്റ് ആയിരിക്കാം, പക്ഷേ അവൻ നമുക്ക് വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്തത്, എന്നെ സേവ് ചെയ്തത്, ഗ്രാമത്തിലുള്ള നിരപരാധികളെ രക്ഷപ്പെടുത്തിയത്, അതെല്ലാം അവനാണ്. സോ ആ ഒരു സ്ക്വാഡ് അത് അർഹിക്കുന്നത് അവൻ തന്നെയാണ്. ആക്ച്വലി ഓഡന് 2 സ്ക്വാഡാണ് ഉള്ളത്. ഇതിലൊരു സ്ക്വാഡ് മൊമന്റോസ്കിക്കും മറ്റൊരു സ്ക്വാഡ് വിശ്വസുന്ദരിക്കുമാണ്. വിശ്വസുന്ദരിയുടെ സ്ക്വാഡാണ് അവൾ ഇഷ്ടപൂർവ്വം ഇപ്പോ സോറോയ്ക്ക് ദാനം ചെയ്യാനായിട്ട് ഒരുങ്ങുന്നത്. ആണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം കേട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അവന് മനസ്സിലാവും ആ ഒരു സ്ക്വാഡ് അത് അടിച്ചു മാറ്റിയത് സാക്ഷാൽ ഗഗ്ഗോ മുറയാണ്. സോറോയ്ക്ക് എങ്ങനെയാണ് ആ ഒരു സ്ക്വാഡ് കിട്ടിയെന്നുള്ള കാര്യം അവൻ അവരോട് 2 പേരോടും പറയും. എനിക്ക് കുഴപ്പമൊന്നുമില്ല, റീപ്ലേസ് ചെയ്യാൻ എനിക്കൊരു സ്ക്വാഡ് തന്നാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ സ്ക്വാഡ് തിരികെ എടുക്കാമെന്ന് പറയും. അത് കേട്ട് അവർക്ക് 2 പേർക്കും ഭയങ്കര ആശ്വാസം. കൗമറ്റ്സൂനാണെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും സോറോ ഇഷ്ടാവില്ല. അതേസമയം ഫ്ലവർ ക്യാപിറ്റൽ ആണെങ്കിൽ ജനങ്ങളെല്ലാവരും ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ വാണ്ടഡ് പോസ്റ്ററിലേക്ക് തന്നെ നോക്കും. മറ്റൊരു ഭാഗത്ത് ആ പ്രിസണിലുള്ള സാധാരണ ജനങ്ങള് അവർക്കാണെങ്കിൽ ഇപ്പോഴും മോചനം ലഭിച്ചിട്ടില്ല. സത്യത്തിൽ അവർക്ക് വേണ്ടിയാണ് ഒരുപാട് കഷ്ടപ്പെട്ട് ആ ചിരിക്കൂട്ടൻ അവന്റെ ലൈഫ് തന്നെ സാക്രിഫൈസ് ചെയ്തത്. പക്ഷെ ഒറോച്ചി ആണെങ്കിൽ അവന്റെ മാനം രക്ഷിക്കാനായിട്ട് അവരെ ആരെയും തന്നെ തുറന്നു വിടാതെ അങ്ങനെ സെല്ലിൽ തന്നെ പൂട്ടിയിടും. സെല്ലിന് ചുറ്റും ഇപ്പോൾ അവരുടെ റിലേറ്റീവ്സ് അങ്ങനെ വന്ന് നിൽക്കുകയാണ്. അവരാണെങ്കിൽ മുൻപിൽ നിൽക്കുന്ന സെക്യൂരിറ്റീസിനോട് റിക്വസ്റ്റ് ചെയ്യും, പ്ലീസ് ദയവ് ചെയ്ത് ഞങ്ങളെ തുറന്നു വിട്. അവരാണെങ്കിൽ മൈൻഡ് ചെയ്യാതെ അങ്ങനെ നിൽക്കുകയാണ്. ഇതാ ഇവിടെ ട്രഫാൽഗർ ലോയെ കാണിക്കും. ആളെ ഒരുപാട് അടിച്ച് ഒരു ഭാഗത്ത് ഇട്ടിരിക്കുകയാണ്. അതിന്റെ തൊട്ടടുത്തായി ആ കാടുവില്ലൻ ആണെങ്കിൽ അങ്ങനെ പീസായിട്ട് കിടക്കുകയാണ്. ട്രഫാൽഗർ ലോ അവന്റെ പവർ ഉപയോഗിച്ച് അവനെ നൈസായിട്ട് ലോക്ക് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് അവനെ കഷ്ണങ്ങളാക്കി മാറ്റിയിരിക്കുകയാണ്. ട്രഫാൽഗർ ലോ അവന്റെ കഴുത്തിന് നേരെ കത്തിവെക്കും. അതിനുശേഷം അവന്റെ പ്ലാനുകളെല്ലാം തിരിച്ച് മനസ്സിലാക്കുകയാണ്. അവനാണെങ്കിൽ പേടിച്ച് അവരുടെ എല്ലാ സീക്രട്സും ഇപ്പൊ ട്രഫാൽഗർ ലോയോട് പറഞ്ഞു കൊടുക്കും. ആക്ച്വലി യൂസ്റ്റസ് കിഡും കബ്ബോയും ഈ കാട് വില്ലനും അവർ 3 പേരും ഒറ്റക്കെട്ടായിരുന്നു. പക്ഷെ കൈഡോയെ പേടിച്ച് ഈ കാട് വില്ലൻ ബേസിൽ ഹോക്കിങ്സ് അവൻ കൈഡോയുടെ കൂടെ ചേർന്നു. അതേസമയം യൂസ്റ്റസ് കിഡും ഹബ്ബോയും അവർ 2 പേരും കൈഡോയെ എതിർത്ത് അവനുമായിട്ട് ഫൈറ്റ് ചെയ്തു. പക്ഷെ കൈഡോയ്ക്കാണെങ്കിൽ അവരുടെ 2 പേരുടെയും പവറിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. അവരെ ഇന്നല്ലെങ്കിൽ നാളെ അവൻ ആവശ്യമായിട്ട് വരുന്നു മനസ്സിലാക്കി അവരെ 2 പേരെയും അവനാണെങ്കിൽ കൊന്നുകളയാൻ തയ്യാറാവാതെ ആ സെല്ലിൽ ലോക്ക് ചെയ്തു. അതുപോലെ തന്നെ യൂസ്റ്റസ് കിഡിന്റെ അസിസ്റ്റൻസിനെ അവരെ എല്ലാവരെയും കൈഡോ ഒറോച്ചിക്ക് സ്ലേവ്സ് ആയിട്ട് കൊടുത്തു. ഒറോച്ചി പറയുന്ന കാര്യങ്ങൾ അത് ഒബേ ചെയ്തിട്ടില്ല എങ്കിൽ യൂസ്റ്റസ് കിഡിനെ ഇല്ലാതാക്കുമെന്ന് അവരെ ഭീഷണിപ്പെടുത്തി. ആ കാട് വില്ലനാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇപ്പൊ ലോയോട് ചോദിക്കും, എന്തുപറ്റി? നീയും ലൂഫി ആയിട്ടുള്ള കണക്ഷൻ അത് ബ്രേക്ക് ചെയ്തോ? നീയും ലോയെ പേടിച്ച് അവന്റെ ടീമിൽ ചേരാൻ പോവാണോ? അതിന് ലോ ആണെങ്കിൽ അവന്റെ സ്ക്വാഡ് നീട്ടി അവനെ ആഞ്ഞു വെട്ടി ഇല്ലാതാക്കും. അതിനുശേഷം പതിയെ വരികയാണ്. ഇനി 6 ദിവസം മാത്രമാണ് ആ വലിയ യുദ്ധം അത് നടക്കാനായിട്ട് ബാക്കിയുള്ളതെന്ന് ലോയ്ക്ക് നന്നായിട്ട് അറിയാം. ചെയ്താ ഇവിടെ സെല്ല് കാണിക്കും. അവിടെയാണെങ്കിൽ ഗ്രാൻഡ് പേയുടെ നേതൃത്വത്തിൽ ലൂഫി കളർ ഓഫ് ഹോക്കി പവർ അത് ഓൾമോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞു. അവൻ വലിയൊരു ഇരുമ്പ് റാഡില് ഇപ്പൊ ആ ഹോക്കി പവർ ഉപയോഗിച്ച് പുറഞ്ഞ് ഇട്ടിക്കും. അവനാണെങ്കിൽ ഭയങ്കര അത്ഭുതം. തീർച്ചയായിട്ടും ഇത്രയും പവർ ഉണ്ടെങ്കിൽ ലൂഫിയെ കൊണ്ട് കൈഡോ ഇല്ലാതാക്കാൻ കഴിയും എന്നവൻ ചിന്തിക്കുന്നതോട് കൂടെ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത കിന്നാണെങ്കിൽ ലാസ്റ്റ് ടൈം ആ ചിരിക്കുട്ടൻ അവൻ ആ ഒരു നോട്ടീസിൽ ക്രിയേറ്റ് ചെയ്ത ആ ഒരു സൈന് അതെന്താണെന്ന് ഡീകോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പാപ്പനാണെങ്കിൽ ആ ചിരിക്കുട്ടൻ അവസാനമായിട്ട് പറയാൻ ശ്രമിച്ച ആ കാര്യം ആ സൈനിലൂടെ കണ്ടുപിടിക്കും. അതിനുശേഷം അത് ഓരോരുത്തരെ ആയിട്ട് അറിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ ആ മഞ്ഞുമലയിലാണെങ്കിൽ ആയുധങ്ങളെല്ലാം നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് എത്തിക്കേണ്ട യുദ്ധഗതിയിലുള്ള ജോലികൾ നടക്കുകയാണ്. മറ്റൊരു ഭാഗത്താണെങ്കിൽ ഫ്രാങ്കിയും ടീമും ചേർന്ന് ആ കപ്പലുകൾ അത് റെഡിയാക്കുകയാണ്. ഫ്രാങ്കി ആണെങ്കിൽ വിളിച്ചു പറയും, ടെൻഷൻ ആവേണ്ട കാര്യമില്ല, വളരെ വേഗം തന്നെ ഞാൻ ഈ കപ്പലിന്റെ എല്ലാ കേടുപാടുകളും അത് പരിഹരിക്കും. അതിനുശേഷം നമുക്ക് ഇവിടുന്ന് നമ്മുടെ യാത്ര ആരംഭിക്കാം. ഇവിടെ നാമിയാണെങ്കിൽ ആ നോട്ടീസൊക്കെ എടുത്തു വെച്ച് ഡീകോഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിന് കിന്നു പറയും, ആദ്യം നീ വാനോ കിൻഡത്തിന്റെ
അക്ഷരങ്ങളും ലാംഗ്വേജും പഠിക്കണം. ഈ സൈനുകളെല്ലാം തന്നെ ഓരോരോ സാധനങ്ങളെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ വളരെ വിശദമായിട്ട് അവൾക്ക് പറഞ്ഞു കൊടുക്കും. അവൾ അത് കേട്ട് അത് മനസ്സിലാക്കുകയാണ്. സത്യത്തിൽ ചിരിക്കുട്ടൻ അവൻ പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചത് യാഹൂ പോർട്ട് അതുവഴി പോകാൻ പാടില്ല, ഒക്കകൈ പോർട്ട് അതുവഴി പോവുകയാണെങ്കിൽ കുറെ കൂടെ സേഫ് ആയിരിക്കും എന്നാണ്. പിന്നാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം നാമിയോട് പറഞ്ഞു കൊടുക്കും. അവൾക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. അവള് ആ ഒരു സയൻസിലേക്ക് തന്നെ നോക്കുകയാണ്. എന്നിനാണെങ്കിൽ ഒരുപാട് വിഷമം തോന്നും. കാരണം ആ ഒരു ചിരിക്കുട്ടൻ അവൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ ഒരു പ്ലാൻ ഇവിടം വരെ കൊണ്ടെത്തിച്ചത്. നാനോ കിങ്ഡം അത് ഓടന്റെ കാലത്തതുപോലെ തന്നെ വീണ്ടും പഴയതുപോലായി മാറണമെന്ന് അവന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇപ്പൊ ഇവിടം വരെ കാര്യങ്ങളെല്ലാം തന്നെ എത്തിച്ചേർന്നത്. അതില് അവരെ സഹായിക്കാൻ നമ്മുടെ ആൾക്കാർക്കും വലിയൊരു പങ്കുണ്ടായി. കെന്നാണെങ്കിൽ അവിടെയുള്ള ടീമുകളുടെ എല്ലാവരുടെയും കൗണ്ട് എടുക്കും. കാഞ്ചിറോ, കെന്ന്, വളക്കുട്ടൻ, ലൂഫിയാൻ ടീം, അവിടെയുള്ള സോൾജിയേഴ്സ്, അങ്ങനെ എല്ലാവരും ചേർന്ന് ഏകദേശം 5000-ന് മുകളിൽ സോൾജിയേഴ്സ് പായിക്കഴിഞ്ഞു. അവരുടെ ബലം അത് കൂടി. അവരാണെങ്കിൽ കൗണ്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോ എങ്ങനെ അവരുടെ എക്സിക്യൂഷൻ അത് മുൻപോട്ടേക്ക് കൊണ്ടുപോകണമെന്ന് പറയും. സോറോയ്ക്കാണെങ്കിൽ അവന്റെ സ്ക്വാഡ് കിട്ടിയ സന്തോഷം ഇവിടെ കിന്ന്. അവനാണെങ്കിൽ മെയിൻ ആയിട്ടുള്ള ആൾക്കാരെ എല്ലാവരെയും അടുത്തേക്ക് വിളിക്കും. നമ്മുടെ ലക്ഷ്യം ഒറോച്ചിയും പ്രധാനമായിട്ട് ആ കൈഡോയുമാണ്. എല്ലാവരും ചേർന്ന് കൈഡോയെ ഇല്ലാതാക്കണം. കൈഡോ ഒരു വൻ മരമാണ്. അവനെ വീഴ്ത്താൻ കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ സിമ്പിളായിട്ട് നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. അതിനുവേണ്ടി ആയിരിക്കണം നമ്മുടെ ശ്രമം മുഴുവൻ എന്ന് പറഞ്ഞ് അവരതിനെക്കുറിച്ച് കാര്യമായിട്ട് ചിന്തിക്കും. കട്ട് ചെയ്താ ഇവിടെ കൈഡോ അവനാണെങ്കിൽ ഇപ്പോൾ ഫൈറ്റ് ഒക്കെ നിർത്തിവെച്ച് ഹായായിട്ട് ഡ്രിങ്ക്സ് അടിക്കുകയാണ്. അവന്റെ തൊട്ടടുത്തിരുന്ന് ബിഗ് മോം. അവളാണെങ്കിൽ അത്രയും നേരം അവൾക്ക് വേണമെന്ന് ആഗ്രഹിച്ച ആ റെഡ് ബീൻ സൂപ്പ് അതും ഈ ഒരു അണ്ടാവിൽ അങ്ങനെ കോരിയെടുത്ത് ഒഴിച്ചു കുടിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്താ ഇപ്പൊ ഹപ്പോ വില്ലനെ കാണിക്കും. ഹപ്പോ വില്ലനാണെങ്കിൽ ആ വാനോ കിണ്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവൻ കാണും ദൂരത്തായിട്ട് ആ വാട്ടർഫോൾസ്. ആക്ച്വലി ആ ഒരു വാനോ കിണ്ടത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ഒരു പ്രധാന കവാടമുണ്ട്. നമ്മുടെ ആൾക്കാർ ലൂഫിയും ബിഗ് മോമും അവർ രണ്ടുപേരും വന്നത് ആ ഒരു വാട്ടർഫോൾസിലൂടെ ഫിഷിന്റെ ഒക്കെ സഹായത്താൽ അങ്ങനെ മുകളിലേക്ക് കയറി വന്നതാണ്. ഇപ്പൊ ഹപ്പോമാണെങ്കിൽ പ്രധാനപ്പെട്ട വഴി അതിലൂടെയാണ് അകത്തേക്ക് കയറുക. അത് മറ്റെവിടെയോ അല്ല, ആ ഒരു വാട്ടർഫോൾസ് അതങ്ങനെ 2 ഭാഗത്തേക്കായിട്ട് മാറി ഇപ്പൊ ഒരു ഡോർ ഓപ്പൺ ആവും. അതിലൂടെ ഇപ്പൊ ഹപ്പോംസും ടീമും അകത്തേക്ക് കയറുകയാണ്. ഹപ്പോംസ് ആണെങ്കിൽ കൈഡോയെ കാണേണ്ട താമസം വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് അവന്റെ അടുത്തേക്ക് വരികയാണ്. ഹപ്പോംസിന്റെ ഡാൻസ് സ്റ്റെപ്പ് ഒക്കെ കണ്ട് ഇപ്പൊ കൈഡോയും ഡാൻസ് കളിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ അവർ എൻജോയ് ചെയ്ത് മുൻപോട്ടേക്ക് നടന്നു പോവാണ്. അപ്പൊ ദൂരത്തായിട്ട് കുട്ടികള് അവരങ്ങനെ നടന്നു പോകുന്നത് കണ്ട് ഷോക്കാവും. കാരണം ദൂരത്തായിട്ട് അവരെ കാണുമ്പോൾ ശരിക്കും മോൺസ്റ്റേഴ്സ് ആയിട്ടായിരിക്കും അവരെ തോന്നുക. ഇവിടെ ക്വീനാണെങ്കിൽ ചത്താ മതിയെന്നാവും. ഓരോരുത്തരായിട്ട് ഇപ്പൊ അവന് വെല്ലുവിളിയായി അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കൈഡോ ആണെങ്കിൽ ബിഗ് മോമിനോട് പറയും വരാൻ പോകുന്നത് ഞങ്ങളുടെ ഈ ഒരു ഐലാൻഡിലെ ഏറ്റവും വലിയ ഫെസ്റ്റിവലാണ് ഫയർ ഫെസ്റ്റിവൽ. തീർച്ചയായിട്ടും നീ നിന്റെ ടീമും ഇവിടെ ഉണ്ടാവണം. അതിനവള് ഓക്കെ പറയും. സത്യത്തില് ഇപ്പൊ കൈഡോയുടെ ടീമും ബിഗ് മോമിന്റെ ടീമും തമ്മിൽ ഒരു അലയൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ കിങ്ങിനും അതൊരു ഡബിൾ ഷോക്കായിട്ട് തോന്നും. ആക്ച്വലി കൈഡോയും ബിഗ് മോമും അവർ രണ്ടുപേരും ഇപ്പൊ ഒന്ന് ചേർന്ന് ഈ ഒരു ലോകത്തെ അവരുടെ കൈപ്പിടിയിലാക്കാനാണ് ശ്രമം. 2 വാലോഡ്സ് ഒന്ന് ചേർന്ന് ഈ ഒരു മൊത്തം വേൾഡിനെ കൺട്രോള് അവരുടെ അണ്ടറിൽ കൊണ്ടുവന്ന് പിന്നീട് അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്ത് അവരിൽ ആരാണ് റൂൾ ചെയ്യുക എന്ന് തീരുമാനിക്കും. അവരുടെ ഈ ഒരു വണ്ടർഫുൾ ഐഡിയ ഒക്കെ കേട്ട് എല്ലാവരും ഷോക്കാവുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.